നമുക്ക് ആരംഭിക്കാം. കരവാവകൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാധാനനിലയ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രാർത്ഥന. ഏകാദശസ്കന്ധം ഇനി 10 അധ്യായല്ലേ? അതുവരെയല്ലേ തീർന്നത്? അതെ സാർ, അതെ അതെ. ഏകാദശസ്കന്ധം അധ്യായം 10. ശ്രീ ഭഗവാനുവാചാം മയോദിതേഷ്വഹിത സ്വധർമ്മേഷു മദാശ്രയാം ആത്മാശ്രമ കുലാചാരം അകാമാത്മാ സമാചരേത്. മയാ ഉദിതേഷു അപഹിത. എന്നാൽ പറയപ്പെട്ട കാര്യങ്ങളിൽ അവഹിതനായിരിക്കണം. ശ്രദ്ധയോടെ മനസ്സിരുത്തി ജീവിക്കണം. ഈ 9 അധ്യായങ്ങളിലായിട്ട് നിമി നവയോഗി സംവാദവും തുടർന്ന് 24, 25 ഗുരുക്കന്മാരെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. ആ ഗുരുക്കന്മാരിൽ നിന്നും ഇതുകൂടെ ഇതിപ്പോ കുറെ എടുത്ത് പറഞ്ഞെന്നുള്ളൂ, പറയാത്ത എത്രയോ ഗുരുക്കന്മാർ ഇനി നമ്മുടെ ചുറ്റും ഉണ്ട്. എന്നും നമ്മൾ കാണുകയും അനുഭവിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന എത്രയോ ഗുരുക്കന്മാർ നമ്മുടെ ചുറ്റും എന്നുമുണ്ട്. അവരിൽ നിന്നൊക്കെ ഒത്തിരി പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ഈ അറിവുകളെല്ലാം ആത്മജ്ഞാനത്തിന് ഉപകരിക്കുന്നതാണ്. ഗുരുപദേശങ്ങളൊക്കെ മൗനമായിട്ടാണെങ്കിലും വാക്കുകൊണ്ടാണെങ്കിലും ചിന്ത കൊണ്ടാണെങ്കിലും ഗുരു നൽകിയ ഉപദേശങ്ങൾ അത് ആത്മജ്ഞാനത്തിലേക്ക് ഉള്ള വഴിയാണ്. പക്ഷേ ഗുരുവിന്റെ ഉപദേശം സ്വീകരിച്ചത് കൊണ്ടോ അത് മുഴുവൻ ശ്രദ്ധിച്ച് കേട്ടത് കൊണ്ടോ അത് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചത് കൊണ്ടോ മാത്രം ആയില്ല എന്ന് പറയാൻ പോവാം. ഇതെല്ലാം ഞങ്ങൾ കേട്ടു, എല്ലാ ഉപദേശങ്ങളും ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് മാത്രം ആയില്ല. അതിൽ അവഹിതനായിരുന്നു കൊണ്ട്, അതിൽ നിന്നും ശ്രദ്ധയും വിചാരവും മനസ്സും തെറ്റിപ്പോവാതിരുന്നു കൊണ്ട് സ്വധർമ്മേഷു അവരവരുടെ സ്വധർമ്മങ്ങൾ ചെയ്യണം. അറിവുകൊണ്ട് മാത്രമായില്ല. നമ്മൾ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലെ ഈ ആത്മജ്ഞാനവും ഗുരുപദേശങ്ങളും ഒക്കെ നേടിയിട്ട് അധർമ്മങ്ങളാണ് ചെയ്യുന്നതെങ്കിലോ അതുകൊണ്ട് ലക്ഷ്യത്തിലെത്താനാവില്ല. അപ്പോൾ അവിടെ സ്വധർമാനുഷ്ഠാനവും കൂടി ഈ അറിവിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കണം എന്നർത്ഥം. രണ്ടും കണക്ട് ചെയ്യുമ്പോൾ മാത്രമേ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. ബുദ്ധിയിലെ, മനസ്സിലെ, പിന്നെന്താണ്, ശരീരത്തിൽ. അതായത് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ശരീരവും നമ്മുടെ എല്ലാവിധ ആയ പ്രവൃത്തി പഥങ്ങളും ഇതിനേക്ക് വേണ്ടി മാത്രം ആയി വരണം. ഇന്ന് സംഭവിക്കുന്ന ഒരു പ്രധാന ദോഷം അതാണ്. ഒക്കെ അറിയും, പക്ഷേ അത് പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരാറില്ല പലപ്പോഴും. ഈ ആത്മജ്ഞാനത്തെക്കുറിച്ചോ ഗുരുക്കന്മാരെക്കുറിച്ചോ ഗുരുപദേശത്തെക്കുറിച്ചോ ഒക്കെ അറിയുന്നുണ്ട്, പഠിക്കുന്നുണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ദൈനംദിന ജീവിതത്തിലെ പ്രവൃത്തിപഥത്തിലേക്ക് എത്താറില്ല പലപ്പോഴും. അവിടേക്ക് കൂടി എത്തണം. സ്വധർമ്മേഷു. ഇനി അതും ഞങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, സത്കർമ്മങ്ങൾ മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ എന്നാണെങ്കിൽ അതുകൊണ്ടും പോരാ. മതാശ്രയം, എന്നെ ആശ്രയിച്ചുകൊണ്ടാണ് ചെയ്യാൻ. ഭൗതികമായ എത്ര സുഖഭോഗങ്ങൾ, എത്ര കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴും ഞങ്ങൾ ചെയ്തൊക്കെ സത്കർമ്മങ്ങളാണല്ലോ, ഞങ്ങൾ ആത്മജ്ഞാനം നേടിയിട്ടുണ്ടല്ലോ. രണ്ടും കൊണ്ടും പോരാ. ഈ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ആ ചെയ്യുന്ന ആൾക്ക് വേണ്ടിയിട്ടോ കൂടെയുള്ള ബന്ധുക്കൾക്കോ ജനങ്ങൾക്കോ വേണ്ടിയിട്ടോ അതുകൊണ്ടുള്ള കാര്യം സാധിക്കാൻ വേണ്ടി മാത്രം ആവരുത്. മതാശ്രയം, അത് എന്നെ ആശ്രയിച്ചുണ്ടായിരിക്കും.
ഈശ്വര ചിന്തയോടെ ഈശ്വര വിചാരത്തോടെ മാത്രമേ സ്വധർമ്മം ചെയ്യാവൂ. 3 പാഠങ്ങളാണ്. ആത്മജ്ഞാനം വേണം, സ്വധർമാനുഷ്ഠാനം വേണം, അത് മതാശ്രയമായിരിക്കും, എന്നെ ആശ്രയിച്ചുകൊണ്ട് വേണം, അല്ലെങ്കിൽ അതുകൊണ്ട് ഫലമില്ല. ഞാൻ എല്ലാ ആത്മജ്ഞാനവും നേടിയിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന എല്ലാം സൽക്കർമ്മങ്ങളുമാണ്. പക്ഷെ ഈ സൽക്കർമ്മങ്ങളൊക്കെ എനിക്ക് ഓരോ കാര്യഫലത്തിന് വേണ്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ രണ്ടുകൊണ്ടും ഫലങ്ങളുണ്ടാകും. അപ്പോൾ ഈ നേടുന്ന ആത്മജ്ഞാനവും സൽക്കർമ്മങ്ങളും ഒക്കെ എന്നെ ആശ്രയിച്ചു മാത്രമായിരിക്കണം, എനിക്ക് വേണ്ടി മാത്രമായിരിക്കണം ഇത് സമർപ്പിക്കുന്നത്. അങ്ങനെ മതാശ്രയനാവണം. അങ്ങനെ ആയിട്ട് വർണ്ണ ആശ്രമ കുലാചാരം, വർണ്ണധർമ്മങ്ങളും ആശ്രമധർമ്മങ്ങളും കുലാചാരങ്ങളും, അവരവർ ജനിച്ചു വളർന്ന വർണ്ണ സംഹിതകളുണ്ട്. ആ വർണ്ണത്തിൽ വിധിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കണം. അതാത് ആശ്രമത്തിൽ ചേർന്ന പ്രവൃത്തികൾ ചെയ്യണം. ബ്രാഹ്മണധർമ്മങ്ങൾ ഈശ്വരാരാധനയാണ്. ക്ഷത്രിയധർമ്മങ്ങൾ പരിരക്ഷയാണ്. വൈശ്യധർമ്മങ്ങൾ എല്ലാവർക്കും എല്ലാവിധ വിഭവങ്ങളും എത്തിച്ചു കൊടുക്കലാണ്. ശൂദ്രധർമ്മം ഈ 3നും പരിചര്യ ചെയ്യുകയാണ്. ഇത് ഒരു മനുഷ്യൻ എന്ത് ചെയ്യണം? പഠിക്കണം. അതുപോലെ ആരെയും രക്ഷിക്കാൻ സന്നദ്ധനാവണം. അതേപോലെ എന്ത് കിട്ടിയാലും മറ്റുള്ളവർക്ക് കൂടി ദാനം ചെയ്യാൻ തയ്യാറാവണം. അതേപോലെ ഈ 3 വിധ കർമ്മങ്ങൾക്കും എപ്പോഴും എന്താവശ്യമുണ്ടെങ്കിലും ചെയ്യാൻ സന്നദ്ധനാവുകയും വേണം. ഇനിയും ആശ്രമധർമ്മങ്ങളുണ്ട്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഈ 3ലും വിധിച്ച കുറെ കാര്യങ്ങൾ ബ്രഹ്മചര്യത്തിൽ പഠിപ്പാണ് പ്രധാനം. ഗാർഹസ്ഥ്യത്തില് വിവാഹ ജീവിതവും സന്താന ഉത്പാദനവും കുടുംബജീവിതത്തിന്റെ സ്വസ്ഥതയുമാണ് ലക്ഷ്യം. വാനപ്രസ്ഥത്തിൽ രക്ഷിക്കാൻ തയ്യാറാവുകയാണ്. സന്യാസത്തിൽ സമ്പൂർണ്ണ വിരക്തരായി സന്യസ്തരായി ജീവിക്കണം. സന്യാസിയായിട്ട് ആശ്രമങ്ങളിൽ പോകാനല്ല, കുടുംബജീവിതത്തിൽ സന്യസ്തനായിട്ട് തന്നെ ജീവിക്കാൻ പറ്റും. ഇന്നത്തെ പോലെ എല്ലാവരും സന്യാസിയായി പോകണം എന്നല്ല ഈ പറഞ്ഞത്. വേണ്ട കാലത്ത് പഠിക്കണം. അതിനുശേഷം വിവാഹം കഴിക്കേണ്ട സമയത്ത് വിവാഹം കഴിച്ച് സന്താനത്തെ സൃഷ്ടിച്ച് കുടുംബത്തെ പരിരക്ഷിച്ച് അത് ആ കാമ ആസക്തമായ ജീവിതചര്യകൾ പരിസമാപിച്ച് അതിൽ നിന്ന് കിട്ടിയ എല്ലാ അനുഭവങ്ങളും അനുഭവിച്ച് ഇനി ആവശ്യം
കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം സർ, കേൾക്കാം. അപ്പോൾ ഈ വർണ്ണധർമ്മങ്ങളും ആശ്രമധർമ്മങ്ങളും അനുഷ്ഠിക്കുമ്പോഴും അവരവരുടെ കുലാചാരങ്ങളുണ്ട്. ഓരോരോ കുലത്തിനും കുടുംബത്തിനും വിധിക്കപ്പെട്ട ഈശ്വരാരാധനകൾ, അനുഷ്ഠാനങ്ങൾ, ആചരണങ്ങൾ അത് അതാത് കുടുംബത്തിനെ അനുസരിച്ച് അനുഷ്ഠിക്കണം. എത്ര ഭാഗവത മനുഷ്യത്തിലേക്ക് ഇറങ്ങി വന്ന് നോക്കണം. വെറും ആത്മജ്ഞാനം കൊണ്ടെല്ലാം നേടി എന്ന് വിചാരിക്കാൻ പറ്റില്ല. വർണ്ണാശ്രമ കുലാചാരം അകാമാത്മാ, കാമാത്മാവ് അല്ലാതെയായിട്ട് നിഷ്കാമമായി തന്നെ ആചരിക്കേണ്ടതാണ്. ഈ പറഞ്ഞതൊക്കെ നിഷ്കാമമായിട്ട് വേണം. ഞാൻ എൻ്റെ കുലാചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് എനിക്ക് അതുകൊണ്ട് ചില കാര്യങ്ങൾ നേടാനാണ് എന്നല്ല വിചാരിക്കേണ്ടത്. അതുകൊണ്ട് എനിക്കൊന്നും നേടാനില്ല, ഇതെന്റെ സ്വധർമ്മമാണ്. ഈ സ്വധർമാനുഷ്ഠാനം കൊണ്ടാണ് ഗുരുപദേശത്തെ ബലപ്പെടുത്തി അനുഷ്ഠാനത്തിലേക്ക് കൊണ്ടുവന്ന് ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അറിഞ്ഞാൽ മാത്രം പോരാ, ആചരിക്കുകയും വേണം. തിയറി പഠിച്ചാൽ മാത്രം പോരാ, അത് പ്രാക്ടിക്കൽ ആവുകയും. ഇത് രണ്ടും കൂടി വന്നെങ്കിൽ മാത്രമേ അതുകൊണ്ടുള്ള ഉപയോഗം നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ശ്ലോകത്തിൽ അത് വ്യക്തമാക്കി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. മയോദിതേഷ്വഹിത സ്വധർമ്മേഷു മദാശ്രയാം പത്മാശ്രമകുലാചാരം അകാമാത്മാഫമാചരേത്. മയോദിതേഷ്വഹിത സ്വധർമ്മേഷു മദാശ്രയ പത്മാശ്രമകുലാചാരം അകാമാത്മാഫമാചരേത്. അന്വീക്ഷേത വിശുദ്ധാത്മാദേഹിനാം വിഷയാത്മനാം ഗുണേഷു തത്വധ്യാനേന സർവാരംഭ വിപര്യം. അന്വീക്ഷേത, ആലോചിച്ച് ചിന്തിക്കുക. അനുഈക്ഷതയാണ് അന്വീക്ഷ. വീണ്ടും വീണ്ടും ആലോചിച്ച് ലക്ഷ്യത്തിലേക്ക് ഉറയ്ക്കണം. അന്വീക്ഷമുണ്ട്. വിശുദ്ധാത്മാ, ഇപ്പോൾ ഈ ആത്മജ്ഞാനം കിട്ടിയത് ഭൗതികമായ ലോകജീവിതത്തിന്റെ കർമാചരണത്തിലൂടെ വന്നപ്പോൾ അന്ധഃകരണം ശുദ്ധമായി. അതുവരെ അന്ധഃകരണം ശുദ്ധമായിട്ടില്ല. ആത്മജ്ഞാനം നേരിട്ടുണ്ട്, മനസ്സ് ശുദ്ധമല്ല, ബുദ്ധി ശുദ്ധമല്ല, പിന്നെന്താണ്, ഇവിടെ ചിത്തം ശുദ്ധമല്ല, ഞാൻ ശുദ്ധമല്ല. കാരണം എന്റെ മനസ്സിൽ മുഴുവൻ എപ്പോഴും മാലിന്യങ്ങളും ദുഷ്ചിന്തകളും നിറഞ്ഞിരിക്കുകയാണ്. അറിവ് കൊണ്ട് എന്താ ഫലം? ഒന്നുമില്ല. അപ്പൊ ആത്മജ്ഞാനം സഫലീകരിക്കണമെങ്കിൽ മാലിന്യം നീങ്ങണം, അന്ധഃകരണം ശുദ്ധമാവണം. അപ്പൊ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ചെയ്യുന്നത് അന്ധഃകരണ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അത് ഉണ്ടാക്കിയെടുത്തിട്ട് വിശുദ്ധാത്മാ ദേഹിനാം വിഷയാത്മനാം, ദേഹികളൊക്കെ വിഷയാത്മാക്കളാണ്. കാരണം എന്താണ്? വിഷയത്തിലേക്ക് പ്രവേശിക്കാത്ത ഒരു ജീവനും ഇവിടെ ഉണ്ടാവില്ല. എത്ര വലിയ ആത്മജ്ഞാനിയാണെങ്കിൽ പോലും അയാൾക്ക് വേണ്ടി അയാൾ വിഷയത്തിലേക്ക് വ്യാപരിച്ചു എന്ന് വരാം. കാരണം അയാള് എന്താണ്? ഒരു ജീവാത്മാവാണ്, ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. അങ്ങനെ വന്നാൽ പിന്നെ എങ്ങനെയാണ് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുന്നത് എന്നാണെങ്കിൽ അവരവർക്ക് ചേർന്ന അനുഷ്ഠാനങ്ങൾ ഈശ്വരാർപ്പണ ബുദ്ധിയോട് ചെയ്താൽ മാത്രമേ മനസ്സിന്റെ മാലിന്യം മാറുകയുള്ളൂ. വിഷയാത്മനാം ദേഹിനാം, വിഷയാത്മാക്കളായ ദേഹികൾക്ക് ഗുണേഷു തത്വധ്യാനേന സർവാരംഭ വിപര്യ, ഗുണങ്ങളിൽ തത്വധ്യാനം കൊണ്ട്, തത്വം ഈശ്വരന്റെ ഭാവം നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് തത്വം. തത് ത്വം ആണ്, അത് അങ്ങാണ്, അങ്ങയിലാണ് എന്ന് ആ ഉള്ള അവസ്ഥയിലേക്ക്, ആത്മജ്ഞാനത്തെ നിറയ്ക്കുന്ന അവസ്ഥയിലേക്ക് സർവ ആരംഭ വിപര്യ, എല്ലാ പ്രവൃത്തികളും
വിപരീതമായ ഫലത്തെ ഉണ്ടാക്കുന്നതാണ് എന്ന് അന്വേക്ഷ്യത ആലോചിക്കണം. സർവ ആരംഭ വിപര്യം, എല്ലാ ആരംഭങ്ങളും എല്ലാ കർമ്മങ്ങളും ഒരു പക്ഷെങ്കിൽ വിപരീയത്തിലേക്ക് വന്ന് അറിവുണ്ടാകണം, എനിക്ക് നന്മയുണ്ടാകണം എന്ന് വിചാരിച്ച് എത്രയെത്ര കർമ്മങ്ങൾ ചെയ്യും. പക്ഷെ പല കർമ്മങ്ങളുടെയും ഫലം വിപരീയമായി. ദുഃഖം ഉണ്ടാകണമെന്ന് ആരും ആഗ്രഹിക്കാറില്ല. ദുഃഖം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ശ്രമം മുഴുവൻ. പക്ഷേ എന്ത് കർമ്മം ചെയ്താലും പലപ്പോഴും അത് ചെയ്യുന്ന ദുഃഖവുമാണ്. ഇത് വിപരീയമല്ലേ, വിപരീതമല്ലേ? ഇത് എന്ത് ചെയ്യണം? ഓരോ കർമ്മം ചെയ്യുമ്പോഴും നന്നായി തിരിച്ചറിയണം. ഈ കർമ്മം കൊണ്ട് സുഖം കിട്ടണം എന്ന് ആഗ്രഹിക്കരുത്, ദുഃഖം കിട്ടണമെന്നും ആഗ്രഹിക്കരുത്. ഇതൊക്കെ എന്ത് ചെയ്തോളും? വന്നു പൊക്കോളും, നിന്നു കൊടുത്താൽ മാത്രം മതി. അതുകൊണ്ടാണ് അകാമനായിട്ട് കർമ്മങ്ങൾ ചെയ്യണം എന്ന് മുമ്പേ പറഞ്ഞു വെച്ചുകൊണ്ടാണ്. അപ്പൊ സർവാരംഭ വിപര്യം ആയ ഏത് കർമ്മങ്ങളും തത്വധ്യാനം കൊണ്ട് അതാത് ഗുണങ്ങളിൽ വ്യാപരിച്ച് അന്വേക്ഷ്യത, നോക്കിക്കണ്ട് അറിയണം. ഇത് നോക്കിക്കണ്ട് അറിഞ്ഞില്ലെങ്കിൽ പലപ്പോഴും എന്തു കർമ്മം ചെയ്താലും വിപരീത ഫലത്തെ ഉണ്ടാക്കും. വിപരീത ഫലം ഉണ്ടായാൽ പിന്നെ നമുക്ക് പിടിച്ചു നിൽക്കാനാവില്ല. നമ്മൾ പലപ്പോഴും ഞാൻ ഇത്ര കാലവും ഭാഗവതം വായിച്ചിട്ടും ഇത്ര കാലവും സ്വന്തം ഈ വാക്കിന്റെ വന്നത് ഇതിന്റെ ഫലമാണെന്ന് വിചാരിക്കും. ഇതിൻ്റെതായ അഡ്ജസ്റ്റ്മെന്റിൽ വന്ന ഫലങ്ങളാണ്. അത് ഇതുവരെ ബാധിക്കുന്നതേ അല്ല. ഈശ്വരൻ എന്നുള്ള ആ തത്വം, ആത്മതത്വം എല്ലാവരിലും ഉണ്ട്. പക്ഷേ ആ ഈശ്വരൻ എന്ന ആത്മതത്വം ഉള്ളത് കൊണ്ട് നല്ലതേ വരാവൂല്ല. കാരണം ശരീരമാണ് കർമ്മം ചെയ്യുന്നത്. ഇപ്പം റേഡിയോ കേടാവുന്നത് കറണ്ട് ഇല്ലാഞ്ഞിട്ടല്ല, കറണ്ടിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെന്താണ്? അതിനകത്തെ ഓരോ ഉപകരണങ്ങൾ, ട്രാൻസിസ്റ്ററോ കണ്ടൻസറോ ഡയോഡോ എന്തെങ്കിലും കേടായിക്കാം. ഇത് കേടായാൽ ഇത് പ്രവർത്തനരഹിതമാകും, അല്ലെങ്കിൽ അതിൻ്റെ ദുഷ്പ്രവൃത്തികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് തിരിച്ചറിഞ്ഞിട്ട് അതിനെ നന്നാക്കണം. ഈ കറണ്ട് കുറ്റം പറഞ്ഞ കാര്യമില്ല. ഈശ്വരനല്ല ഇതുണ്ടാക്കി വെച്ചത്. ഈ കറണ്ടല്ല ഈ ഡയോഡിനെ കേടാക്കിയത്. ഇത് എൻ്റെ എക്വിപ്മെന്റുകളുടെ തകരാറ് തന്നെയാണ്. അത് ഞാൻ പരിഹരിച്ചു പോകണം. അല്ലെങ്കിൽ എൻ്റെ എക്വിപ്മെന്റ് ഇത്രേ പറ്റുകയുള്ളൂ. അത് ഈ എല്ലാത്തിലും വ്യാപരിക്കുന്ന വിദ്യുത് ശക്തി എന്ന ഈശ്വര ശക്തിയുടെ ദോഷം കൊണ്ടല്ല എന്ന് തിരിച്ചറിയാനുള്ള ഒരു ആത്മബോധം ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഇത് നമ്മൾ എന്താണ്, വിപരീതമായി എന്ത് വന്നാലും ആരെ പഴി പറയും? ഈശ്വരനെ പഴി പറയും. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ഈശ്വരൻ ഇതാണ് എനിക്ക് വരുത്തിയത്. ഇത് ഈശ്വരൻ വരുത്തതല്ല. ഇതൊക്കെ ഞാൻ ചെയ്യുന്ന എൻ്റെ എന്താണ്, ജ്ഞാനേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും ശരീരത്തിൻ്റെയും ആയ പോരായ്മകൾ, അതിൻ്റെ കേടുകൾ, അതിൻ്റെ എന്താണ് വൈകല്യങ്ങൾ ഒക്കെയാണ് ഇത് അനുഭവിക്കുന്നത്. അതിനെ കഴിവതും നേരെയാക്കി വെക്കാൻ ശ്രമിക്കുക. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് ഭൗതിക ലോക ജീവിതത്തിലേക്ക്, ഇന്നത്തേക്ക് ഓരോ ജീവിതത്തിലേക്കും ഇറങ്ങി വരാൻ ഭാഗവതം ശരിക്കും ശ്രമിച്ചുകൊണ്ടാണ് പോവുക. അല്ല ഇങ്ങനെ അന്വേക്ഷ്യത, നന്നായി തിരിച്ചറിയണം. തത്വജ്ഞാനം ധ്യാനം ചെയ്യുമ്പോഴും വിപരീതമായ അനുഭവങ്ങൾ ഉണ്ടായേക്കാം. ഈ ഒരു ശ്ലോകത്തില് നമുക്ക് കംപ്ലീറ്റ് എല്ലാം മനസ്സിലാവില്ലേ സാറേ? പറ്റിയാൽ ഏറ്റവും നന്നായി.
ഭാഗവതം നല്ലൊരു ശ്ലോകമാണ് ഇത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സംശയങ്ങളും തീരും. അതെ അതെ അതെ, അതല്ലേ പറഞ്ഞത്, നമ്മൾ എപ്പോഴും ഇങ്ങനെ വഴി പറയാൻ പഴയ കാത്തിരിക്കുന്നവരാണ്. എല്ലാവരും പറയുന്നു, അല്ല ഇതിൽ തന്നെ പറയുന്നുണ്ടല്ലോ, മനസ്സാണ് എല്ലാത്തിനും കാരണം എന്നും പറയുന്നു. അതെ തന്നെ. ഇനിയും ഈ പറഞ്ഞില്ലെങ്കിൽ പോലും മനസ്സിൽ തോന്നും ഇങ്ങനെയൊക്കെ വന്നല്ലോ എനിക്ക്. അത് ഇതുകൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് മുക്തനാകാൻ പറ്റും. അപ്പോഴേ നമ്മളെ ഈ ആത്മജ്ഞാനം വിലപ്പെടുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ മാത്രമേ. അതെ, അല്ലെങ്കിൽ നല്ലൊരു ശ്ലോകമാണ് ഇത്, എല്ലാവരും അതെ അതെ, അറിഞ്ഞിരിക്കുന്നത്. നല്ലൊരു ഉപദേശം ഭാഗവതം. അതോടുകൂടിയാണ് ഞാൻ ഏകാദശത്തിലോട്ട് ശരിക്കും പ്രവേശിക്കാൻ തുടങ്ങുക. അന്വേക്ഷേത വിശുദ്ധാത്മാദേഹിനാം വിഷയാത്മനാം ഗുണേഷു തത്വധ്യാനേന സർവാരംഭ വിപര്യം. അന്വേക്ഷേത വിശുദ്ധാത്മാദേഹിനാം വിഷയാത്മനാം ഗുണേഷു തത്വധ്യാനേന സർവാരംഭ വിപര്യം. ദേഹികളൊക്കെ വിഷയാത്മാക്കളാണെന്ന് ഭാഗവതം ഉറപ്പിച്ച് പറയുന്നേ ഇത്. അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല, അതിലേക്കാവും. പക്ഷെ അവിടെയൊക്കെ വേണ്ടത് തത്വധ്യാനം കൊണ്ട് എന്ത് വിപരീത അനുഭവങ്ങൾ വന്നാലും ആരെയും ഒന്നിനെയും പഴി പറയാതെ അതിനെ സമഗ്രമായി ഉൾക്കൊണ്ടുകൊണ്ട് അന്വേഷ ചെയ്യണം എന്ന് ബോധ്യപ്പെടുത്തലാണ്. സുപ്തസ്യ വിഷയാലോകോ ധ്യായതോ വാ മനോരഥാം നാനാത്മകത്വാദ് വിഫലസ്തഥാ ദേഹാത്മധീർഗുണൈഹി. ഒരു ഉദാഹരണം കൊണ്ട് സമർത്ഥിക്കുകയാണ്. സുപ്തസ്യ വിഷയാലോകോ, ഉറങ്ങുന്നവനെ വിഷയത്തിന്റെ ആലോകനം, വിഷയത്തെ കാണൽ, ആലോകനം ചെയ്യുക, കാണുക. ഉറങ്ങുന്നവനെ വിഷയം കാണൽ, ഓരോ പദാർത്ഥങ്ങളെയും കാണൽ. ധ്യായതോവ മനോരഥ, ധ്യാനിക്കുന്നവന്റെ സങ്കല്പവും കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഉറങ്ങുമ്പോൾ വിഷയങ്ങൾ കാണാത്തത്? എനിക്ക് കണ്ണുണ്ട്, ചെവിയുണ്ട്, മൂക്കുണ്ട്, നാക്കുണ്ട്, പക്ഷെ എന്താ കാണാത്തത്? ഉറങ്ങുമ്പോ കാണില്ല, നമുക്ക് തന്നെ അറിയാം. ഇത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കാൻ പുറപ്പെടുകയാണ് ഭാഗവതം. ദേഹാഭിമാനം കൊണ്ടാണ് ഉണർന്നിരിക്കുമ്പോഴൊക്കെ ഓരോന്ന് കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. ഞാൻ കാണുന്നു, ഞാൻ ഭക്ഷിക്കുന്നു, ഞാൻ കേൾക്കുന്നു എന്നൊക്കെ ഓരോ ഇന്ദ്രിയാനുഭവത്തിന്റെ കൂടെയും ഞാനെന്ന ഒരഭിമാനത്തെ കൂട്ടിച്ചേർത്ത് അതുമായിട്ട് തൊളുത്തി മാത്രമേ നമ്മൾ ചിന്തിക്കാം. ഉറക്കത്തിൽ അതില്ലല്ലോ. ഉറക്കത്തിൽ ദേഹാഭിമാനമില്ല, ഞാൻ ഉറങ്ങുന്നു എന്ന് പോലുമില്ല. അതുപോലും ഇല്ലാത്ത അവസ്ഥയാണ് ഉറക്കം. അതുകൊണ്ട് സുപ്തസ്യ വിഷയാലോകോ യഥാ. നോക്കൂ, ഇവിടെ ഒന്നുമില്ലല്ലോ, അപ്പൊ ഈ അവസ്ഥ ആർക്കുണ്ടാക്കാം? നമുക്കുണ്ടാക്കുക. ഈ ദേഹാഭിമാനത്തെ മുഴുവൻ ഉപേക്ഷിച്ചിട്ടല്ലേ ഉറങ്ങുക? എല്ലാ ദിവസവും ഉറങ്ങാറില്ലേ? ഉണ്ട്. അത്രയും സമയം ഞാനെന്ന ഭാവം ഉണ്ടോ? ഇല്ല. ഇതപ്പോ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലേ? പറ്റുമല്ലോ. എപ്പോഴും ഉറങ്ങുമ്പോഴും മാത്രമേ പറ്റുള്ളൂ. ഉണർന്നിരിക്കുമ്പോൾ അതെല്ലാം കളയും. ഉറങ്ങിയപ്പോൾ കിട്ടിയ ഈ അനുഭവത്തെ ദൈനംദിന ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ പറ്റില്ലേ എന്നാ ചോദിക്കാൻ വരിക. ഉണർന്നിരുന്നു കൊണ്ടും ഉറങ്ങുന്നവനെ പോലെ ആവരുതോ? ഗീത പറയും, യസ്യാം ജാഗ്രതി ഭൂതാനി ഫാ നിശ പശ്യതോ മുനേഹി. എല്ലാ ഭൂതങ്ങളും ഉണർന്നിരിക്കുമ്പോൾ ഈ മുനി ഉറക്കത്തിലാണ്. എല്ലാ ഭൂതങ്ങളും ഉറങ്ങും. ഭൗതികങ്ങളിലേക്ക് ഞാനെന്ന അഭിമാനത്തെ സന്നിവേശിപ്പിക്കാതിരിക്കലാണ് ഉറക്കം വാസ്തവം. സുപ്തസ്യ വിഷയാലോകോ ധ്യായതോവാ. ധ്യാനിക്കുന്നവനാകട്ടെ, ധ്യാനിക്കുന്നവന് ഒറ്റ വിഷയത്തിലേക്ക് മാത്രം മനസ്സിനെ കൊണ്ടുപോകും. ധ്യാനിക്കുന്നവന് ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തനക്ഷമമായിട്ട് വരില്ല, ഉറക്കത്തിലേതുപോലെ.
നാവ് കൊണ്ട് സ്വാദനയില്ല, ചെവി കൊണ്ട് കേൾക്കില്ല, കണ്ണുകൊണ്ട് കാണില്ല, ഒന്നും ചെയ്യില്ല. മനോരഥ, ഈ എന്താണ്, മനോരഥം കാണുന്നവന് ആ മനോരഥത്തിൽ കൂടി മാത്രമേ സഞ്ചരിക്കുള്ളൂ, മറ്റൊന്നും അവനെ ബാധിക്കത്തില്ല. സുപ്തഭ്യ വിഷയാലോകോ ധ്യായതോ വാ മനോരഥ നാനാത്മകത്വാത് വിഫല തഥാ ദേഹാത്മധീർഗുണൈ. നാനാത്മകത്വാത് വിഫല, അതൊക്കെ നാനാത്മകത്വം കൊണ്ട് അത് കാരണമായിട്ട് വിഫലമാണ്, അർത്ഥശൂന്യമാണ്. ഭൗതിക ലോക ജീവിതത്തിൽ നേടുന്ന ഞാനെന്ന അഭിമാനം കൊണ്ട് അനുഭവിക്കുന്ന ഓരോ അനുഭവങ്ങളും നാനാത്വമുണ്ട്. അത് ഏകത്വമല്ല, മറ്റേതിലൊക്കെ ഏകത്വമുള്ളൂ. ആ നാനാത്വം കാരണമായതുകൊണ്ടാണ് ഇതൊക്കെ വിഫലമായി അർത്ഥശൂന്യമായി പോകുന്നത്. തഥാ, അതുപോലെയാണ് ഗുണൈഹി ദേഹാത്മധീ, ഗുണങ്ങളാൽ ദേഹാത്മധീഹി, ദേഹം ഞാനാണെന്നും ആത്മാവ് ഞാനാണെന്നും ദേഹത്തിലുള്ള ആത്മബുദ്ധിയും വിഫലമായ ഒരു ഭ്രമം തന്നെയാണ്. ദേഹം ണ്ടല്ലോ ഏതാ ഭേദാത്മതീർ, നാനാത്മകത്വാ വിഫല തഥാ ദേഹാത്മധീർ ഗുണൈ, അല്ലേ? അല്ല, അവിടെ ഭേദം എന്നാണ് ഞങ്ങളുടെ ബുക്കിലെല്ലാം. ദേഹാത്മമല്ല, ഭേദാത്മം. ഭേദാത്മം. ഓ, ദേഹമല്ല. ആ. ആ, ഇവിടെ പറഞ്ഞുകൊള്ളുന്ന വിഷയം നാനാത്വമുണ്ട്, ഞാൻ ശരീരമാണെന്നുള്ള വിചാരം കൊണ്ടാണ് അഭിമാനം ഉണ്ടാകുന്നത്. അപ്പൊ ദേഹം ഞാനാണെന്നുള്ള ആത്മധീയാണ് ഇവിടെ വിഫലമായി പോകണ്ടേ. നാനാത്വം ഉണ്ട്, നാനാത്വത്തെ കുറിച്ച് തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ നാനാത്വം കണ്ടിട്ടാണ് ഭേദം എന്ന് പറയാൻ കാരണം. പക്ഷെ അതിനേക്കാൾ ഒന്നുകൂടി നല്ലത് അഭിമാനമാണ് ഇവിടുത്തെ വിഷയം. ഓക്കെ സാർ, അപ്പൊ കറക്റ്റ് ചെയ്യണം. ദേഹാത്മധി എന്നുള്ള പാഠമാണെന്നുള്ളത് നല്ലത്. ഓക്കെ സാർ. ഗുണങ്ങളെ കൊണ്ട് ദേഹാത്മധിയാണ്, ഞാൻ ഈ ദേഹമാണ് എന്നുള്ള ആത്മബോധത്തെ എന്ത് ചെയ്യാൻ പറ്റണം? ഇല്ല. ഈ നാനാത്വം നിലനിൽക്കുന്നത് ഞാൻ ശരീരമാണ്, മനസ്സാണ്, ഇന്ദ്രിയമാണ്, കണ്ണാണ്, മൂക്കാണ്, ചെവിയാണെന്നുള്ള നാനാത്വ ഭ്രമം കൊണ്ടാണ് ഇത് നിലനിൽക്കുന്നത്. അത് വിഭിന്നമായി തീരുകയുള്ളൂ. കാരണം ഞാൻ തന്നെ എത്രയോ എത്രയോ എടുത്ത് പലതായിട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്റെ ചിന്ത, വിചാരം, ശ്രദ്ധ ഏകാഗ്രതയിലേക്ക് പോവില്ല. അജ്ഞാനാവസ്ഥയിൽ തോന്നുന്നതാണ് ഞാൻ ഇന്ന വർണ്ണത്തിലുള്ളവനാണ്, ഞാൻ ഇന്ന ആശ്രമത്തിൽ ജീവിക്കുന്നവനാണ്, ഞാൻ ദേവനാണ്, ഞാൻ മനുഷ്യനാണ്, ഞാൻ മൃഗമാണ് എന്നൊക്കെയുള്ള നാനാത്വഭാവങ്ങൾ അജ്ഞാനം കൊണ്ട് തോന്നിക്കുന്നതാണ് വാസ്തവത്തിൽ. ദേഹാഭിമാനം ഉള്ളത് കൊണ്ടാണ് വിഷയത്തിലേക്ക് വ്യാപരിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഗുരുവിൽ നിന്ന് കേട്ട ഈ വാക്യാർത്ഥം കൊണ്ട് അന്വീക്ഷീ ബുദ്ധി ഉണ്ടായാൽ, നിരന്തരമായി ചിന്തയുണ്ടായാൽ, ഈ തെറ്റിദ്ധാരണകളൊക്കെ മാറിയിട്ട് ആത്മാഭിമാനം, ദേഹമാണ് ഈശ്വരനാണെന്ന് തിരിച്ചറിയാൻ പറ്റും. അതിനാണ് ഈ ഗുരുക്കന്മാരെ കുറിച്ച് പറയാൻ കാരണം. ഇപ്പോഴാണ് എന്തിനാ ഈ ഗുരുക്കന്മാരെ കുറിച്ച് ഇത്ര വിസ്തരിച്ച് ഈ 2-3-4 അധ്യായത്തിൽ കൂടി പറഞ്ഞു വെച്ചത്. അതിനെ ഒന്ന് ഉപസംഹരിക്കാനാണ് ഇവിടെ ചെയ്യുക. ഗുരുവിൽ നിന്ന് കേട്ട് പഠിച്ച ഈ മഹാവാക്യത്തെ നിരന്തരമായും ആലോചിച്ചാൽ മാത്രമേ ഈ തെറ്റിദ്ധാരണകളൊക്കെ മാറി ദേഹാഭിമാനം മാറ്റിയിട്ട് ആത്മാഭിമാനം ഉണ്ടാവുകയുള്ളൂ. ആത്മാഭിമാനം ഉണ്ടായാൽ വിഷയാശകളൊക്കെ നശിക്കും. അങ്ങനെ നശിച്ചു കഴിഞ്ഞാൽ സത്തും അസത്തും തിരിച്ചറിയാൻ പറ്റും. വിഷയാശ ഉള്ളത് കൊണ്ടാണ് സത്തും അസത്തും നമ്മൾ തിരിച്ചറിയാത്തത്. അങ്ങനെ തിരിച്ചറിഞ്ഞാൽ എന്താണ്, സ്വപ്നത്തിലും ഉറക്കത്തിലും മനോരഥങ്ങളിലും ഒക്കെ ഇല്ലാത്ത വസ്തുക്കൾ ഉള്ളതുപോലെ കാണുന്നത് കൊണ്ട്
സ്വപ്നത്തിൽ എത്ര വസ്തുക്കൾ കാണുന്നു? അവിടെയൊക്കെ അഭിമാനമുണ്ടോ? ഇല്ല. ഇല്ലാത്ത വസ്തുവാണെന്നറിയാം. ഉണർന്നു കഴിയുമ്പോൾ ഇതൊക്കെ ഇല്ലാത്തതാണ്. മനോരഥത്തിൽ കൂടി സഞ്ചരിച്ചു പോകുമ്പോൾ എത്ര മനോരഥങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നേ. ഇതൊക്കെ സത്യമാണോ? അല്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ എന്റെ പുറകെ പോയില്ലേ? അങ്ങനെ പോകുന്നുണ്ട്. അതുകൊണ്ട് അവിടെയൊക്കെ ഇല്ലാത്ത വസ്തുക്കൾ ഉള്ളതുപോലെ തോന്നിക്കലാണ് വാസ്തവത്തിൽ. അപ്പോൾ അവിടെയൊക്കെ താൻ മാത്രമല്ലാതെ മറ്റൊരു വസ്തു ഇല്ലാതെ വരുമ്പോൾ മറ്റു വസ്തുക്കളെ അനുഭവിക്കാൻ ആവാത്ത അവസ്ഥയിലേക്ക്, നിദ്രയിലേക്ക് ഒന്നും ഞാൻ അറിയുന്നില്ല. ആ നിദ്ര നഷ്ടപ്പെട്ടാലോ, അല്ലെങ്കിൽ ആ സ്വപ്നത്തിൽ കണ്ട പദാർത്ഥങ്ങളൊക്കെ ഇല്ലാതെയാകുന്നത് പോലെയാകും. ഇതുപോലെ ആവണം നിങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളൊക്കെ. ഒന്ന് കണ്ണടച്ച് തുറന്നാൽ മതി, ഇതൊക്കെ ഇല്ലെന്നാകും എന്ന് പ്രകൃതി നമ്മെ തെളിയിച്ച് കാണിച്ചാണ്. എത്ര നാളുകളായി അഗ്നിബാധ കൊണ്ട്, വെള്ളപ്പൊക്കം കൊണ്ട്, ഭൂകമ്പം കൊണ്ട് എത്ര വിഷയത്തിൽ കൂടി കാണിച്ചു തന്നു. നിങ്ങളെ ധ്യാനിച്ചു കൊണ്ടുപോകുന്ന വിഷയങ്ങളൊക്കെ അല്പസമയം കൊണ്ട് സമസ്തവും ഇല്ലാതാകുന്നതാണ് എന്ന് കാണിച്ചു തന്നിട്ടും അജ്ഞാനം കൊണ്ട്, ഭേദബുദ്ധി കൊണ്ട്, നാനാത്വം കൊണ്ട് അതിലേക്കൊക്കെ ഇപ്പോഴും വ്യാപരിച്ചു പോയാൽ ഈ ആത്മജ്ഞാനം സഫലീകരിക്കില്ല. ഗുരുപദേശങ്ങൾ സഫലമാവില്ല. ഗുരു ഇത്രയൊക്കെ ഉപദേശിച്ചിട്ട് എനിക്ക് ഒരു ഫലവും ഉണ്ടായില്ല. അതെ, അപ്പൊ ഗുരുപദേശങ്ങളെ സഫലീകരിക്കാനാണ് ജീവിതം തന്നത്, ജന്മം. അതിനാണ് ബ്രഹ്മചര്യത്തിൽ ഗുരു വന്ന് പഠിപ്പിച്ചത്. അല്ലെ കുറെ കഴിഞ്ഞ് പഠിച്ചാൽ മതിയായിരുന്നല്ലോ. അപ്പൊ ഈ ഗുരുപദേശങ്ങളെ സഫലീകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഉപകരണങ്ങളാണ് ഗാർഹസ്ഥ്യവും വാനപ്രസ്ഥവും സന്യാസവും. അതുകൊണ്ടാണ് ഗുരു ബാല്യത്തിൽ തന്നെ എത്തി അന്ധക്കരണ സിദ്ധിയുണ്ടാക്കി അകവും പുറവും ശുദ്ധമാക്കി നമ്മളെ വിഷയത്തിലേക്ക് പറഞ്ഞേക്കും. ഇത് നമ്മളെ ബാധിക്കില്ല. എന്ത് വിഷയത്തിലേക്ക് പൊക്കോളൂ നമ്മളെ ബാധിക്കത്തില്ല. ഈ ചക്കയിലേക്ക് അടുക്കുമ്പോൾ എണ്ണയിടുന്ന പോലെ ആ അരക്ക് ദേഹത്തൊട്ടില്ല. എണ്ണ ഇട്ടുകൊണ്ട് മാത്രമേ, കാരണം എന്താണ്, ഗുരു ഉപദേശിച്ചു തന്ന ഈ ആത്മജ്ഞാനമെന്ന എണ്ണ നന്നായി പുരട്ടിക്കൊണ്ട് ഭൗതിക വസ്തുക്കളിലേക്ക് ആഴ്ന്നിറങ്ങിയാൽ നമ്മളെ ഒട്ടില്ല ഇതൊന്നും. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ഈ എണ്ണയുടെ ബലം ശരിക്കും ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് എന്തിലേക്ക് ഇറങ്ങിക്കൊള്ളൂ, നിങ്ങളെ അത് ബാധിക്കില്ല. അത് നിങ്ങളെ ഒട്ടില്ല. ഒട്ടിയാൽ അതിന് പുറകെ പിന്നെയും പോകും. അതുകൊണ്ട് എന്താണ്, നാനാത്വം എന്നുള്ളത് വിഫലമാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ മുമ്പ് പറഞ്ഞ വിഷയം ഉറപ്പിക്കാൻ വേണ്ടി 2-3 ഉദാഹരണം പറഞ്ഞതാണ്. സുപ്തസ്യ വിഷയാലോകം, ധ്യാനം. സുപ്തസ്യ വിഷയാലോകോ ധ്യായതോ വാ മനോരഥാം നാനാത്മകത്വാദ്വിഫല തഥാ ദേഹാത്മധീർഗുണൈ. സുപ്തസ്യ വിഷയാലോകോ ധ്യായതോ വാ മനോരഥാം നാനാത്മകത്വാദ്വിഫല തഥാ ദേഹാത്മധീർഗുണൈ. നിവൃത്തം കർമ്മസേവേദ പ്രവൃത്തം മത്പരസ്ത്യജേത് ജിജ്ഞാസായം സംപ്രവൃത്തോ നാന്ദ്രിയത് കർമ്മചോദനാം. നിവൃത്തം കർമ്മ സേവേദ. അങ്ങനെ വരാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഗുരുപദേശം നേടിയിട്ടുണ്ട്. ദേഹാത്മബുദ്ധി വിട്ട് ഈ കർമ്മങ്ങളൊന്നും എന്നെ ഒട്ടാതെ എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ട് ഭൗതിക ലോക ജീവിതത്തിൽ മുന്നേറണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണെങ്കിൽ നിവൃത്തം കർമ്മ സേവേദ. ഈ പ്രപഞ്ചത്തിൽ നിന്നും നിവർത്തിക്കാൻ വേണ്ടതുള്ള കർമ്മത്തെ മാത്രം സേവിക്കണം. പ്രവൃത്തം മത്പരസ്ത്യജേത്. എന്നെ മാത്രം ആശ്രയിക്കുന്നവനായിട്ട്, മത്പരനായിട്ട് പ്രവൃത്തം കർമ്മ
ത്യജേത്, അല്ലെ പറ്റില്ല എന്ന്. നിവൃത്തി, പക്ഷെ പ്രവൃത്തി കർമ്മ, ഇവിടെ പ്രവർത്തിക്കുമ്പോൾ മത്പര, മത്പരനായിട്ട് ചെയ്താൽ ഇതൊക്കെ അതിന് നിവൃത്തി ഉണ്ടാകും. വിടുതൽ ഉണ്ടാവുന്നില്ല. അതിലേക്ക് പറ്റിപ്പിടിച്ചില്ലെങ്കിൽ നിൽക്കുന്നെങ്കിൽ പോലും വിട്ടുപോരാൻ പറ്റില്ല. അതുകൊണ്ടാണ് പ്രവൃത്തമായ കർമ്മങ്ങൾ കാമ്യകർമ്മങ്ങളാണ്. അതിനെന്ത് ചെയ്യണം? മത്പരനായി ത്യജിക്കണം, അല്ലേ ത്യജിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ത്യജിക്കാനാവാത്തത്. എന്താണ്? ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? ആത്മജിജ്ഞാസയിൽ ആത്മാവ് അതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവനായിട്ട് കർമ്മചോദന ആദ്രിയേത്, കർമ്മചോദനകളെ ആദരിക്കരുത്. ആദ്രിയേത് ആദരിക്കണം, ആദ്രിയേത് ആദരിക്കരുത്. കർമ്മചോദന ആദ്രിയേത്, കർമ്മങ്ങളിലേക്കുള്ള ചോദനകളെ, പ്രചോദനകളെ, ആ പ്രചോദനകൾ എങ്ങനെയുണ്ടാകും? വിധിവാക്യം കൊണ്ട്. വേദങ്ങളിലും ഭൗതിക ജീവിതത്തിലുള്ള കുറെ വിധിവാക്യങ്ങൾ, വേദങ്ങളിലായിരുന്നു വിധിവാക്യങ്ങൾ. ഇപ്പോഴാ സ്വഭാവം മുഴുവൻ എന്താണ്? പരസ്യങ്ങളേറ്റിരിക്കുക. പരസ്യങ്ങൾ വിധിവാക്യങ്ങളാണ്. അതിൽ എന്ത് ചെയ്യും? അതിനെ ആദരിക്കരുത്. കേട്ടോളൂ, പക്ഷെ അതിനെ ആദരിച്ച് ബഹുമാനിച്ച് എന്നെ പുറകെ പോകരുത്. ഇത് നല്ലതാണ്, ഇത് ഉപയോഗിച്ചോളൂ എന്ന് പറയുന്നത് കേട്ട് അതിന്റെ പുറകെ പോകരുത്. കാരണം പോയാൽ അതിലകപ്പെട്ടു പോവുകയുള്ളൂ, അതിൽ നിന്ന് പിന്തിരിയാൻ പറ്റില്ല. അപ്പം നമ്മളെ കർമ്മങ്ങളിലേക്ക് പ്രചോദിപ്പിക്കുന്ന കുറെ വിധികൾ അന്നും ലോകത്തുണ്ട്, ഇന്നുമുണ്ട് ലോകത്ത്. ആ കർമ്മചോദനകളെ ആ ജിജ്ഞാസയിൽ മാത്രം പ്രവർത്തിച്ചുകൊണ്ട് മത്പരനായി പ്രവൃത്ത കർമ്മങ്ങളിൽ നിന്നും വിടുതൽ നേടണം. വിടുതൽ നേടണമെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ പറ്റുള്ളൂ. അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല ഒരിക്കലും. കാരണം ദേഹികളാണ്, അവർക്ക് കർമ്മങ്ങൾ ചെയ്തേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അത് ചെയ്തോളൂ. പക്ഷേ ഒരു കർമ്മവും നമ്മെ ബന്ധിക്കാനിടയാവരുത്, ഒരു കർമ്മത്തിനും അടിമയാവരുത്. ഏത് കർമ്മവും എന്നെ അതിലേക്ക് വലിച്ചിഴക്കാൻ ഇടയാക്കാതെ അതിൽ നിന്നും പിന്തിരിയാൻ സഹായിക്കുന്നതായിരിക്കണം ഈ കർമ്മങ്ങളൊക്കെ. അതിനെന്താ ചെയ്യണ്ടേ? മത്പരനായി എന്നെ ധ്യാനിച്ചുകൊണ്ട് ചെയ്തു. എന്നെ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഏത് ഭൗതിക കർമ്മത്തിൽ വ്യാപരിച്ചാലും ഒട്ടില്ല. എണ്ണ പുരട്ടിക്കൊണ്ട് കൈ കൊണ്ട് അരക്കെടുത്തോളൂ, ഒട്ടില്ല. അല്ലെങ്കിൽ അത് എവിടായാലും സകല ഭാഗത്ത് എണ്ണയില്ലാവുന്നാൽ അവിടെ തൊട്ടു. അതുകൊണ്ട് മത്പരനായിട്ട് പ്രവൃത്ത കർമ്മങ്ങൾ വ്യാപരിക്കണം. അപ്പോൾ ആത്മജ്ഞാനത്തിനുള്ള ജിജ്ഞാസയുണ്ടായിട്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് കർമ്മചോദനകളെ ഒരിക്കലും ആദരിച്ചു പോകരുത്. അത് നമ്മെ അപകടത്തിലേക്ക് എത്തിക്കുകയുള്ളൂ. കാമ്യകർമ്മങ്ങളുടെ പുറകെ പോയാൽ അത് വീണ്ടും വീണ്ടും ജന്മമരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ. വേദത്തിൽ വിധിച്ചിരുന്ന സകാമകർമ്മങ്ങളൊക്കെ ഇഷ്ടം പോലെ. അതാ ഞാൻ പറഞ്ഞേ, മുമ്പ് പറഞ്ഞ പണ്ട് വേദത്തിൽ പറഞ്ഞായിരുന്നെങ്കിൽ ഇപ്പൊ അല്ലാതെ കണ്ടാണ്. അതൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ചെയ്യാതിരുന്നാൽ ആ വാക്ക് കേട്ടില്ല എന്ന് ഒരു അനാദരവും വരില്ലേ? അപ്പൊ എന്ത് ചെയ്യണം? വിഷയസുഖങ്ങളിലേക്ക് സംതൃപ്തനാവാതെ വീണ്ടും വീണ്ടും വിഷയങ്ങളെ ആകാംക്ഷിച്ച് അങ്ങനെ സകാമകർമ്മത്തിലേക്ക് കടന്നാൽ
ആ ആഗ്രഹം നശിച്ച് സ്വരൂപജ്ഞാനം ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ഒരാൾ ആ വിഷയത്തിലേക്ക് വീണ്ടും നീങ്ങില്ല. വിഷയത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ ഇതെന്നെ ഈ പുഴയിലേക്ക് ഇറങ്ങി സഞ്ചരിച്ച് കുറച്ചു ദൂരം ചെല്ലുമ്പോൾ ഇത് കയമാണ്, ഇത് ഞാൻ അകപ്പെടും എന്ന് ബോധം ഉണ്ടാവും. എന്നിട്ട് തിരിച്ചു പോരും. ഇതുപോലെ വിഷയത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ അറിയാം ഇതെന്നെ പിടിച്ചു വലിച്ച് അപകടത്തിലേക്കാക്കും. ഈ ആത്മജ്ഞാനം ഉള്ളിലുണ്ടെങ്കിൽ ആ ബോധം ഉണ്ടാകും. അപ്പ പിന്തിരിഞ്ഞു വരും. മുട്ടറ്റം വെള്ളമായി, കുറച്ചുകൂടെ വെള്ളമായി, കുറച്ചുകൂടെ വെള്ളമായി, അരക്കൽ വെള്ളമായി, അങ്ങോട്ട് വെള്ളമായി. ഇത്രയൊക്കെ ആയാൽ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇനി ഞാൻ ഇതിലേക്ക് ചാടിയാൽ മുങ്ങി പോവുകയുള്ളൂ എന്ന് വിചാരിച്ച് പിന്തിരിഞ്ഞു പോരില്ലേ? തീർച്ചയായിട്ടും. അല്ല, ആരോഗ്യത്തേക്ക് വീണ്ടും ഇറങ്ങി പോവില്ലല്ലോ. അതുപോലാണ് ഭൗതിക കർമ്മങ്ങളിലേക്ക് വീണ്ടും പോവുക. അതുകൊണ്ട് ഈ വിഷയസുഖങ്ങൾ ഇങ്ങനെയുള്ള അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ് എന്നൊരു ബോധം ഉണ്ടായി അതിൽ നിന്ന് എന്ത് ചെയ്യണം? തിരിഞ്ഞു പോരാൻ പറ്റണം. അതാണ് പ്രവൃത്തിയിൽ നിന്നും നിവൃത്തിയിലേക്ക് വരണം എന്ന് ബോധ്യപ്പെടുത്തുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് വേദവിധികളെ ആദരിക്കാം, പക്ഷെ അതിൻ്റെ പുറകെ പോയി അതൊരു പ്രചോദനമായി വീണ്ടും വിഷയങ്ങളിലേക്ക് അകപ്പെട്ടു പോകരുത്. അതുകൊണ്ട് സകാമ കർമ്മവിധികൾ എന്താണ്? വിഷയികളെ സംബന്ധിച്ചുള്ളതായതുകൊണ്ട് എൻ്റെ ഭക്തൻ അതിനെ ആദരിക്കരുത്. അതിനെ പറയുക പോന്നൊരു പൊക്കോട്ടെ, ഞാൻ പോകുന്നില്ല, ഞാൻ എന്താണ് അങ്ങയുടെ ഭക്തനാണ്, അങ്ങനെയുള്ള ആൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഈ ഒരു വിചാരത്തെ ഉള്ളിൽ ഉറപ്പിക്കണം. എല്ലാവരും ഒരു കവലയിൽ ഒരു ജംഗ്ഷനിൽ എത്തിച്ചേർന്നു കഴിഞ്ഞു. ആ ജംഗ്ഷനിൽ നിന്നും പലരും പല വഴിയിലേക്ക് പോകും. എല്ലാവരും ഒരു വഴിയിലേക്കല്ലല്ലോ പോവുക. നേരെയുള്ള വഴിയെ പോകുന്നവരുണ്ട്, ഇടത്തോട്ട് പോകുന്നവരുണ്ട്, വലത്തോട്ട് പോകുന്നവരുണ്ട്, അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോരുന്നവരുണ്ട്, ഇടവഴി കൂടെ പോകുന്നവരുണ്ട്, ഇല്ലേ? അപ്പം ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പുറപ്പെടാൻ പലരും പല വഴിയെ എന്ത് ചെയ്യും? പോകും. പക്ഷേ ഈ പോകുന്ന വഴികൾ അവരവരറിഞ്ഞ് ആദരിച്ച് അതിൽ തെറ്റില്ലാതെ പോകണം. ഈ വഴി കൂടി പോയാൽ അപകടമാണ്, തെറ്റാണ്, പാലമുണ്ട്, അവിടെ പുഴ കിടക്കണം, അല്ലെങ്കിൽ ഗട്ടറാണ്, ഈ വഴിയെ പോകുന്നത് ശരിയല്ല എന്ന് അറിഞ്ഞണം. അറിഞ്ഞിട്ട് ആ വഴി ഉപേക്ഷിച്ച് മറ്റു വഴിയെ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. അങ്ങനെ തെറ്റാതെ നടക്കാൻ വേണ്ടിയാണ് ഈ ആത്മജ്ഞാനം, ഗുരുപദേശം. അതിനാണ്. അല്ല, ഗുരുപദേശം കൊണ്ട് എല്ലാം ആയില്ല. ആ ഗുരുപദേശം വഴിതെറ്റാതെ നമ്മളെ കൊണ്ടുവന്നില്ല. ധർമ്മോപദേഷ്ടാരോ ഭവന്തി ഗുരവഃ. ജ്ഞാനോപദേഷ്ടാക്കൾ ആണെങ്കിൽ പോലും ആ ജ്ഞാനത്തിൽ കൂടി ധർമ്മമാർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനാണ് ഗുരുപദേശം എപ്പോഴും ഭാരതീയർ ആദരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒരേ വഴി പൊക്കോണം എന്നില്ല. എൻ്റെ ഭക്തൻ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന വിധികളൊക്കെ വേദവിധിയായി അതിൽ പ്രചോദിതനായിട്ട് യാഗാദികളായ കർമ്മങ്ങൾ അന്ന് ചെയ്താലും അയാൾ വഴിപിഴച്ചു പോവാതെ ലക്ഷ്യത്തിലേക്ക് തിരിച്ചുപോയി. ഇന്നുള്ള വിധികൾ നമ്മെ വഴിപിഴപ്പിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇന്നത്തെ ഭൗതിക ലോക ജീവിതത്തിൽ ഗുരുപദേശത്തെ എങ്ങനെ സാർത്ഥകമാക്കി മാറ്റണമെന്ന് വിദഗ്ധമായി ഉപദേശിക്കുന്ന ഉപദേശങ്ങളാണ്. നിവൃത്തം കർമ്മസേവേത പ്രവൃത്തം മത്പരസ്ത്യജേത് ജിജ്ഞാസായം സംപ്രവൃത്തോ നാദ്രിയത് കർമ്മചോദനാം. നിവൃത്തം കർമ്മസേവേത പ്രവൃത്തം മത്പരസ്ത്യജേത് ജിജ്ഞാസായം സംപ്രവൃത്തോ നാദ്രിയത് കർമ്മചോദനാം. നിയമാനഭീക്ഷണം സേവേതാം നിയമാൻ മത്പര ക്വചിത് മദഭിജ്ഞം ഗുരും ശാന്തം ഉപാസീത മതാത്മകം. യമാൻ, യമങ്ങളെ, യമനിയമങ്ങൾ എന്ന് അഷ്ടാംഗയോഗത്തിൽ പറയുന്ന 2 ഘട്ടങ്ങൾ ഉണ്ട്. യമങ്ങളും നിയമങ്ങളും. ഇന്ദ്രിയത്തെയും മനസ്സിനെയും അടക്കാനുള്ളതാണ് ഇത് രണ്ടും. അങ്ങനെയുള്ള യമങ്ങളെ അഭീക്ഷണം എല്ലായ്പ്പോഴും നിരന്തരമായി, ഒരിക്കൽ മാത്രം പോരാ,
അഭീക്ഷണം സേവേത, സേവിക്കണം. എന്നെ ആശ്രയിക്കുന്നവർ, അങ്ങനെയാണല്ലോ മുമ്പ് പറഞ്ഞു വെച്ചത്, അവരെ എല്ലായ്പ്പോഴും യമങ്ങളെ ആശ്രയിക്കണം. ഒരിക്കൽ മാത്രം പോകും. ഒരു പ്രാവശ്യം ഞാൻ ഈ ഭൗതിക വിഷയത്തിൽ നിന്നൊക്കെ മാറി അല്പസമയം ഈശ്വരാരാധന മുഴുകിയിരുന്നു. 1 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ പിന്നെയും പഴയ പേർക്ക് അയക്കും. പിന്നെന്താ കാര്യം? അഭീഷ്മം, നിരന്തരമായും യമങ്ങളെ അനുഷ്ഠിക്കണം. ഒരു ദിവസം ഒരിക്കൽ പോലും അനുഷ്ഠിച്ചാൽ പോരാ. പിന്നെന്ത് ചെയ്യണം? ജീവിതചര്യ മുഴുവൻ യമങ്ങളിൽ നിന്നുകൊണ്ടായിരിക്കണം. ഇന്ദ്രിയങ്ങളെ അടക്കി നിന്നുകൊണ്ടായിരിക്കണം. യമങ്ങൾ എന്താണ് എന്നൊക്കെ നമ്മൾ ഇനിയും വരുന്നുണ്ട്, അത് നമ്മൾ പറയും. നേരത്തെ നമ്മൾ പലപ്പോഴും കേട്ട് പഠിച്ചതാണ്. എന്താണ് അഹിംസ വേണം, അസ്തേയം വേണം എന്നിങ്ങനെ കുറെ കാര്യങ്ങൾ പറയും. ഹിംസ, അതൊക്കെ നേരത്തെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ഇവകളൊക്കെ യമങ്ങളെയും നിയമങ്ങളെയും മനസ്സിനെ അടക്കി നിർത്താൻ വേണ്ടുന്ന ഉപായങ്ങൾ, അത് നിയമങ്ങൾ. ഇന്ദ്രിയങ്ങളെ അടക്കാനുള്ളത് യമങ്ങൾ. ഇത് രണ്ടും മത്പരനായിട്ട് ചിലയിടത്തെങ്കിലും ക്വചിത് സേവിക്കണം. യോഗാംഗങ്ങളാണ് യമങ്ങളെങ്കിലും അത് രണ്ടും ഭൗതിക ലോക ജീവിതത്തിൽ പ്രബലമായി അനുഷ്ഠിക്കുക തന്നെ ചെയ്യണം. അതിൻ്റെ നൈരന്തര്യം കൊണ്ടാണ്, അതിൻ്റെ നിരന്തരത കൊണ്ടാണ് വാസ്തവത്തിൽ ഈ സ്ഥിതിയിലെത്തി ജിജ്ഞാസയുണ്ടാക്കാൻ കാരണമായത്. അതുകൊണ്ടാണ് ഗുരുവിനെ സമ്പാദിക്കാൻ പറ്റിയത്. അതുകൊണ്ട് ഗുരു യഥാർത്ഥമായി എന്നെ അറിഞ്ഞ് ശാന്തനായിരിക്കാൻ വേണ്ടി ഉപദേശം എനിക്ക് തരുന്നു. ഇതാണ് ഗുരുവിന്റെ ലക്ഷ്യം. എന്താണ്, ആരാണ് ഗുരു എന്ന് പറയാൻ പോവാണ്. ഗുരു എന്നിലുണ്ടായിരുന്ന വൈകല്യങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് അതിനെ പരിഹരിച്ചിട്ട് എന്റെ പോരായ്മകൾ, എന്തുകൊണ്ടാണ് എനിക്ക് യമം അനുഷ്ഠിക്കാൻ പറ്റാത്തത്, എന്തുകൊണ്ടാണ് എനിക്ക് നിയമം അനുഷ്ഠിക്കാൻ പറ്റാത്തതെന്ന് ഗുരു എന്ത് ചെയ്യണം? തിരിച്ചറിയണം. അതിനുള്ള കഴിവ് ഗുരുവിനുണ്ട്. എന്നിട്ട് അതിൽ എന്നെ എത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്നിൽ നിന്ന് നുള്ളിക്കളഞ്ഞിട്ട് എന്നെ ഈ നല്ല വഴിയിലേക്ക് നടത്തിക്കാൻ ഗുരു വിചാരിച്ചേ പറ്റൂ. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഗുരുവേഷം കെട്ടി നമ്മെ കബളിപ്പിക്കുന്ന വഞ്ചകന്മാരെ അടുപ്പിക്കാതിരിക്കണം എന്ന് ബോധ്യപ്പെടുത്തലാണ്. ഇതാണ് ശരിയായ ഗുരു. ഇന്ന് എത്രയോ ആൾക്കാർ ഗുരുവിന്റെ വേഷം കെട്ടി വാസ്തവത്തിൽ നമ്മെ ലക്ഷ്യത്തിൽ നിന്നും പിന്മാറ്റുകയാണ് ചെയ്യുക. അവരെയാണ് വഞ്ചകന്മാരെന്ന് ഭാഗവതം പറയും. അത് നന്നായിട്ടറിഞ്ഞ് യമനിയമങ്ങൾ ഗുരുവിൽ നിന്നും തന്നെ പഠിച്ച് ആ ഗുരുവിന്റെ ഉപദേശങ്ങളെ അനുസരിച്ച് ഗുരുവിന്റെ കൈ പിടിച്ചു പോകണം. കയ്യിൽ നിന്ന് വിട്ടുപോകരുത്. കയ്യിൽ നിന്ന് വിട്ടാൽ നമ്മൾ വിഷയത്തിലോട്ട് പിന്നെ പോകും. അപ്പൊ ഗുരു കൈവിടാതെ എന്ത് ചെയ്യണം? വള്ളത്തേൽ കയറ്റി അക്കരെ എത്തിക്കുന്നവർ വരെ കൂടെ ഉണ്ടാവണം. ഇത് ഗുരുവിന്റെ ഒരു കടമയാണ്. ആരാണ് ഗുരു, എന്താണ് ഗുരു ചെയ്യേണ്ടത് എന്ന് ഭാഗവതം സ്പഷ്ടമാക്കി ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മെ ബോധ്യപ്പെടുക. ഈശ്വരന്റെ സ്വരൂപമാണ് ഗുരു. അതുകൊണ്ട് അങ്ങനെയുള്ള ഗുരുവിനെ എല്ലാവിധത്തിലും സേവിച്ച് ഗുരുവിൽ നിന്നും അകന്നു പോവാതെ, ഗുരുവിന്റെ കയ്യിൽ നിന്നും പിടിവിടാതെ, ഗുരുവിന്റെ കയ്യിൽ സദാ പിടിച്ചുകൊണ്ട്, എന്നുവെച്ചാൽ ഗുരു ഉപദേശങ്ങളെ എന്നും ആദരിച്ചു കൊണ്ടുപോകണം. ഭൗതികമായി കയ്യിൽ പിടിക്കാനല്ല, ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഈ ഗുരു ഉപദേശം എന്താണ് ഒരു കൈപ്പിടിയായി സൂക്ഷിച്ചുകൊണ്ട് വഴി പിഴച്ചു പോവാതെ നേരിട്ട് ലക്ഷ്യത്തിലേക്ക് പോകാൻ നമ്മെ സഹായിക്കുന്ന ഒരാൾ ആണ് യഥാർത്ഥ ഗുരു.
മദഭിജ്ഞം ഗുരും ശാന്തം ഉപാസീത. ഇതാണ് ഗുരുവിന്റെ ലക്ഷണം. മദഭിജ്ഞം, എന്നെ നന്നായി അറിയുന്നവനാണ്, ഗുരുവാണ്, ശാന്തം, ശാന്തനായ അദ്ദേഹത്തെ, ഉപാസീത മതാത്മകം, മതാത്മകനാണ്, ഞാൻ തന്നെയാണ് ഗുരു എന്ന് അറിഞ്ഞ് ഉപാസിക്കണം. എന്നാലേ ഗുരുപദേശം പൂർണ്ണമാവുകയുള്ളൂ. അപ്പൊ ഇപ്പോഴാണ് ഗുരുവിന്റെ ഉപദേശം എന്താണ് എന്ന് അറിഞ്ഞ് ഗുരുവിനെ സേവിക്കേണ്ട ആവശ്യകത. മദഭിജ്ഞം ശാന്തം ഗുരും മതാത്മകം ഗുരും ഉപാസിത. ഇങ്ങനെയുള്ള ഒരാളെ ഗുരു എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവരൊക്കെ ആചാര്യന്മാരാകാം, അധ്യാപകരാകാം, ഉപാധ്യായന്മാരാകാം, വാദ്യന്മാരാകാം. പക്ഷേ യഥാർത്ഥമായ ഗുരു മദഭിജ്ഞനായിരിക്കണം, ശാന്തനായിരിക്കണം, മതാത്മകനായിരിക്കണം. അപ്പോഴാണ് ഗുരു സമം ഈശ്വരൻ. അതുകൊണ്ടാണ് ഈ ഗുരു എന്ന് പറയുമ്പോൾ ആചാര്യനേക്കാൾ എത്രയോ മുകളിലാണ്. ഗുരുക്കന്മാരെ സ്തുതിക്കുന്ന എത്രയോ സ്തോത്രങ്ങൾ ഇത് എടുത്തു കാണിക്കാറ്. ജ്ഞാനാഞ്ജന ശലാകയ തത്പദം ലക്ഷിതം ഏന. ജ്ഞാനാഞ്ജന ശലാക കൊണ്ട് കണ്ണ് തുറപ്പിച്ച് അവിടേക്ക് കൊണ്ടുവിടുന്നവനാണ് ഗുരു. പാഠങ്ങൾ പഠിപ്പിക്കുന്നവനല്ല, ശാസ്ത്രം പഠിപ്പിക്കുന്നവനല്ല, ഭാഗവതം പഠിപ്പിക്കുന്നവനല്ല, വേദം പഠിപ്പിക്കുന്നവനുമല്ല. അങ്ങനെയുള്ളവർ അജ്ഞാനത്തിന്റെ മാലിന്യത്തെ മുഴുവൻ തന്റെ ജ്ഞാനമാകുന്ന ബ്രഷ് കൊണ്ട് തുളച്ചു നീക്കി കളഞ്ഞിട്ട് ആ ജ്ഞാനാത്മകമായ മഷി എഴുതി എന്നെ കണ്ണ് കാണിക്കാൻ പറ്റണം. അജ്ഞാന തിമിര അന്ധസ്യ ജ്ഞാന അഞ്ജന ശലാകയ ചക്ഷു ഉന്മീലിതം ഏന. അതാണ് ഗുരു. അത് ആചാര്യനല്ല, അത് ഗുരുവാണ്. ആചാര്യനും ഗുരു എന്നുള്ള വ്യത്യാസം അവിടെയാണ്. അപ്പൊ ഇത് ശരിക്ക് തിരിച്ചറിഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഗുരുവിനെ ഉപാസിച്ച് ആ ഗുരുവിൽ കൂടി മാത്രമേ എൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുകയുള്ളൂ എന്ന് ബോധ്യപ്പെടുക. യമാനഭിക്ഷ്ണം സേവേദാം നിയമാൻ മത്പരക്വചിത് മദഭിജ്ഞം ഗുരും ശാന്തം ഉപാസീത മതാത്മകം. യമാനഭീക്ഷണം സേവേദാം നിയമാൻ മത്പരക്വചിത് മദഭിജ്ഞം ഗുരും ശാന്തം ഉപാസീത മതാത്മകം. നമ്മളെ സമയത്തുണ്ടായിരിക്കാണ്. അടുത്ത ശ്ലോകത്തോട്ട് കിടന്നാൽ പിന്നെ കുറെ കൂടി വൈകും. നമുക്ക് ഇവിടെ ഇപ്പൊ സംസാരിക്കാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ചില ഏകാദശത്തിൽ ചില അധ്യായത്തിലൂടെ പോകുമ്പോൾ നമുക്ക് 4, 5, 6 ശ്ലോകം മാത്രമേ പോകാൻ പറ്റുള്ളൂ. കാരണം വെറുതെ ശ്ലോകം വായിച്ച വാക്കിന്റെ അർത്ഥം പറഞ്ഞു വിട്ടാൽ പോരല്ലോ. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഒന്ന് ബോധ്യപ്പെടുത്തി കുറെ ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞ് നിങ്ങളെ ആ വഴിക്ക് കൊണ്ടുവന്നെങ്കിൽ അത് ഫലമാകും. അതുകൊണ്ട് ഏകാദശത്തിലേക്ക് കിടക്കുമ്പോൾ ചിലയിടത്ത് ഇങ്ങനെ പതുക്കെ പോകാൻ പറ്റും, ചിലർക്ക് നമുക്ക് വേഗം പോകാൻ പറ്റുമായിരിക്കും. നോക്കാം. സാറ് ഇത്രയും വിസ്തരിച്ച് പറഞ്ഞെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഉള്ളിലോട്ട് കുറച്ചെങ്കിലും കയറുള്ളൂ, അല്ലെങ്കിൽ ഒന്നും അതുകൊണ്ടാണ് ചില ശ്ലോകം വിസ്തരിച്ച് പോകേണ്ടി വരുന്നത് കൊണ്ടാ. അല്ലെങ്കിൽ പിന്നെ അതൊന്നും ആവില്ല എന്ന് വിചാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ മാത്രമേ ഗുരുവായിട്ടുള്ളൂ. പക്ഷെ അത് അങ്ങോട്ട് എത്തിച്ചേരാം. അതാണ് വരുന്നത്. അത് തന്നെ വിചാരിക്കണം എന്നാണ്. ഗുരു സമം ഈശ്വരൻ. അതെ. ഓക്കെ സാർ, നല്ല ക്ലാസ്. ഓ അതെ. എങ്കിലും ഉപസംഹരിക്കാം. നിർത്താഴ്ച കാണാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.